ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലം കണ്ടിട്ട് കുറേ ആയിട്ടൊന്നുമില്ല, നിങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഒരു കിടില പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അൺബോക്സിംഗ് ഒന്നും ചെയ്തില്ല, ഒരു റിവ്യൂ ആണ്. ഞാൻ കുറച്ച് ദിവസം ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഇപ്പോൾ ഹാൻഡ് ഗ്രിപ്പറാണ്. ഹാൻഡ് ഗ്രിപ്പർ ഒരു ഗുമ്മില്ലല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ മതി. ഹാൻഡ് ഗ്രിപ്പറാണിത്. ഇപ്പോൾ ഇത് ടൗണിൽ പോയപ്പോൾ വാങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാൻഡിൽ ഞാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ആണ് കൊടുത്തത്, പക്ഷേ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഈ സാധനം ഈ സൈഡ് മാത്രം റബ്ബർ കൊടുത്തിട്ടുണ്ട്, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഗ്രിപ്പില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുപ്പിനെ മൂടി തുറക്കൂലേ, അതേപോലെ ടൈറ്റ് ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇതിൽ അതുപോലെ ഇല്ല, എന്താ അറിയില്ല. അത് മാത്രമേ എനിക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് നോക്കണം എത്ര ആയിന്ന്, അല്ലെങ്കിൽ പിന്നെ നോക്കണം. നമ്മൾ കുപ്പി ടൈറ്റ് ആക്കുമ്പോൾ ഒരു മൂടി തുറക്കൂലേ, മൂടി തുറക്കുന്ന അടയ്ക്കുന്ന അപ്പം ടൈറ്റ് ആവില്ലേ, അതേപോലെ ആണെങ്കിൽ ഇത്തിരി നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ആക്ഷനിലാണ് ഇത് വർക്കാകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് പോകാമെന്ന് ഇത്രയാണ്. അപ്പോൾ വലിയ ആൾക്കാർക്ക് കുറേ പോകാൻ പറ്റും. അപ്പോൾ ഈ സ്പ്രിങ് ഫുള്ള് താക്കാൻ വരെ പറ്റൂ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ചെറിയ ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ അതൊക്കെ ഈ ആണി ഉണ്ടോ, ഇത് ആണിയാണെന്ന് മനസ്സിലാവില്ല, നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ, സീനായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് അടിക്കുമ്പോൾ വെച്ചിട്ടുണ്ട്. അതല്ല ഇതിൻ്റെ ഒച്ച കേൾക്കുന്ന അറിയില്ല. ഇവിടെ തട്ടുമ്പോഴാണ് ഒച്ച കേൾക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ ഫുള്ളായിന്ന്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ബാക്കിൽ റബ്ബർ കൊടുക്കാണ്ട് പ്ലാസ്റ്റിക് കൊടുത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂസ് ഞാൻ പറഞ്ഞുതരാം. നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ 3 ദിവസത്തെ ഇത് ചെയ്തിരുന്നു, പക്ഷേ എൻ്റെ കൈക്കൊരു മാറ്റം വന്നില്ല. കണ്ടോ, കൈക്കൊരു മാറ്റം വന്നില്ല. അപ്പോൾ ഞാൻ നെറ്റ് സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത്. നമ്മൾ ഇത് ചെയ്യില്ലേ. അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ ഞരമ്പ് ഇങ്ങനെ ആവുന്നുണ്ടോ. ഇത് എന്താ വെച്ചാൽ ഞരമ്പെന്ന് വെട്ടാനുള്ള സംഭവമുള്ളത്. ഇത് ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാനാണ്. അപ്പോൾ നമ്മളെ കൈക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഗ്രിപ്പ് സ്ട്രെങ്ത്. അപ്പോൾ അത് കൂട്ടാനുള്ള സംഭവമാണ്. അപ്പോൾ സാധാരണ ആൾക്കാരെക്കാട്ടും ഇത് നമുക്ക് കൂടാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കുറേ പ്രാവശ്യം അടിച്ചു നോക്കി, അപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാനാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് വെയിൻസ് ഒന്നും വരില്ല, കണ്ടോ, ഒരു വെയിൻസും ഇല്ല. പക്ഷേ ഗ്രിപ്പ് സ്ട്രെങ്ത് നല്ലോണം കൂട്ടാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ അടിച്ചാൽ അമ്മായി ഗ്രിപ്പ് സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതെനിക്ക് ആദ്യം ഉണ്ട്, അത് വേറെ കാര്യമോ. അപ്പോൾ വേറെ എന്ത് വെയിൻസിന് ഫിംഗർ ഗ്രിപ്പർ, അത് ഞാൻ ഇട്ട് കളിഞ്ഞു. അത് അടിച്ചു നോക്കിയപ്പോൾ സീനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലുണ്ടായിരുന്നു ഫിംഗർ ഗ്രിപ്പർ. അപ്പോൾ അത് നോക്കിയപ്പോൾ അടിച്ചു പൊളിയാണ്. അപ്പോൾ ഇതാണ് ഇത്രയ്ക്ക് സംഭവം. ഇത് നല്ല പ്രോഡക്റ്റ് തന്നെ പറയാം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് കൂട്ടുന്ന കുറയ്ക്കുന്ന മാത്രമാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. ഇത് പൊളിക്കാത്ത സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നും ഞാൻ പറഞ്ഞുതരാം, അതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.